ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ നടപടികൾ തന്നെയാണ്. അതായത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ വിമർശിച്ച് വാർത്തകൾ നൽകിയാൽ ആ വാർത്തകളുടെ കാർഡുകൾ മെറ്റയെ ഉപയോഗിച്ച് അടിയന്തരമായി വലിപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അടക്കം സർക്കാരിനെതിരായ വിമർശനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ സർക്കാർ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? വാർത്തകളെ, വിമർശനങ്ങളെ എന്തിനാണ് വിമർശനങ്ങളോട് ഇത്ര അസഹിഷ്ണുത? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് സാർ ഈ പേടിക്കുന്നത്? എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അന്ന് പ്രതിപക്ഷ നേതാവിനെ പുകഴ്ത്തി ഈ റോഡരികുകളിലൊക്കെ വലിയ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായികൾ. എന്തായിരുന്നു ആ പോസ്റ്ററുകളിൽ പറഞ്ഞത്? പേടിച്ചു പോയെന്ന് സർക്കാരിനോട് പറഞ്ഞേക്കാനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നല്ലൊരു ഒന്നാം തരം പേടിത്തൊണ്ടനാണ്, ഭീരുവാണ് മുഖ്യമന്ത്രി എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പേടിയില്ലെങ്കിൽ, ഭീരുവല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നേ ഈ വിമർശനങ്ങളെ ഇങ്ങനെ മെറ്റയെ ഉപയോഗിച്ച് നിങ്ങൾ സെൻസർ ചെയ്യുന്നത്? നിങ്ങൾക്കെതിരായ വാർത്തകൾ പൊതുസമൂഹം അറിയുന്നത് നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലേ? എന്നാൽ നമുക്ക് നോക്കാം ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്. ഇതാ നൃപൻ ചക്രവർത്തി കൂടി എന്നോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ് നൃപൻ. എത്ര കാലം ഈ സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എന്തിനാണ് വിമർശനങ്ങളെ ഈ സർക്കാർ ഇത്രമേൽ ഭയപ്പെടുന്നത്? പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് എന്താണ്? എല്ലാ വിമർശനങ്ങളെയും ഞാൻ സ്വീകരിക്കും, സഹിഷ്ണുതയോടെ സമീപിക്കും എന്നൊക്കെയാണല്ലോ. പക്ഷേ സർക്കാരിനെതിരായ ഒരു വാർത്ത പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അസഹിഷ്ണുതയുടെ പര്യായമായി മാറുകയാണോ ഈ സർക്കാർ, ഈ മുഖ്യമന്ത്രി? മനു, ആദ്യം വെരി ഗുഡ് മോർണിംഗ്. കൈരളിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. മനു ആദ്യം മുഖവരയായി സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള സെൻസർഷിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ വരുന്ന വാർത്തകൾ ബോധപൂർവം തന്നെ മിനിറ്റുകൾക്കുള്ളിൽ വലിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്നും ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും എല്ലാ സോഷ്യൽ ഹാൻഡിലുകളിൽ നിന്നും മിനിറ്റുകൾക്ക് ഉള്ളിൽ തന്നെ അത് മാറ്റുന്നു. മെറ്റ ഉപയോഗിച്ചാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ മാറ്റുന്നത്. അത് സംബന്ധിച്ച വിമർശനം ഏത് തരത്തിൽ വാർത്തകളാണ് മാറ്റുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓരോ ഇപ്പോൾ കൈരളി ചാനലാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈരളിയുടെയും ഒപ്പം തന്നെ ദേശാഭിമാനിയുടെയും 24-ൻ്റെയും 24x7 മലയാളം ചാനലിൻ്റെയൊക്കെ തന്നെ കാർഡുകൾ സമാനമായി മാറ്റിയിട്ടുണ്ട്. നമ്മളെ കൈരളി ന്യൂസ് ചാനലിനുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കാർഡുകൾ ഒരു ദിവസം 24 മണിക്കൂറിൽ തന്നെ 10 കാർഡുകൾ മാറ്റിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ കാർഡ് അതുപോലെ മാറ്റിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ തന്നെ കഴിഞ്ഞ ദിവസം അവർ വ്യക്തമാക്കിയത് 12 കാർഡുകൾ അവരുടെ കാർഡുകൾ മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും ഇങ്ങനെയുള്ള കാർഡുകൾ മുഴുവൻ വാർത്തകൾ മാറ്റിയിട്ടുണ്ട്. T21 എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് തന്നെ കഴിഞ്ഞ ദിവസം അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇങ്ങനെ ഈ വാർത്തകളുടെ ഉള്ളടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ചാനലുകളും ഇപ്പോൾ കൈരളി തന്നെ ദിവസം 100-ലധികം വാർത്തയുടെ കാർഡുകളും ഓൺലൈൻ പോസ്റ്റുകളും ഉണ്ടാകുന്നുണ്ട്. അതിൽ മാറ്റിയത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ വന്ന ആരോപണങ്ങളുള്ള വാർത്തകളാണ്. അതിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് MDMA-യുമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ കാസർഗോഡ് അറസ്റ്റ് ചെയ്തതും അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ആ ഫോട്ടോയും വീഡിയോയും അടങ്ങുന്ന വാർത്തകളാണ്. അത് മാറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, വിഴിഞ്ഞത്ത് കടലിൽ പോയി കാണാതായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടുപിടിക്കാനും കഴിയാതെ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്ന് സർക്കാർ പറയുന്ന ജോൺ മത്യാസിൻ്റെ മകൾ നടത്തിയ പ്രതികരണം. അവർ നടത്തിയ പ്രതികരണം സ്വന്തം പിതാവിനെ കാണാതായിട്ട് ദിവസങ്ങളായി ഇതുവരെ സർക്കാരിൻ്റെ നടപടി കാര്യക്ഷമമായി ഉണ്ടാകുന്നില്ല എന്ന മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ കാർഡുകൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള മറ്റ് നിരവധി വാർത്താ കാർഡുകൾ ഇതേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇതേ മാധ്യമങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിരവധി വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം മാറ്റുന്നത് എങ്ങനെയാണ്? മിനിറ്റുകൾക്കുള്ളിലാണ്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തി ഇതെല്ലാം ഡേറ്റകൾ അപ്പോൾ തന്നെ പരിശോധിച്ച് അപ്പോൾ തന്നെ ഇത് മാറ്റുന്നു എന്നതാണ്. ഇത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്തരം രൂക്ഷമായ ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ നടപടികൾ മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. ഈ സമീപനത്തിനെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിരുന്നു. ആ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റിയെന്നാണ്. എത്രമാത്രം ഗൗരവതരമായ അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. മനു തന്നെ മുഖവരായി പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു അഭിപ്രായം പറയുകയും ഭരണപക്ഷത്ത് വന്നപ്പോഴേക്കും പൂർണ്ണമായ ഏകാധിപത്യത്തിലേക്ക് വി.ഡി. സതീശൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഓരോ സംഭവങ്ങളും. ഇത് മാധ്യമങ്ങൾക്കെതിരെയുള്ള ആദ്യ പ്രതികാര നടപടി മാത്രമല്ല, ഇനിയും ഇതിനേക്കാൾ
തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്, എന്തുകൊണ്ട് ആ വിമർശനങ്ങൾ അതേ നിലയിൽ നേരിടാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ വിശദീകരിക്കാം, പക്ഷേ അതിന് തയ്യാറാക്കാതെ അത് അദ്ദേഹത്തിന് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഫേസ്ബുക്ക് പേജ് വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരാളാണ് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ വിശദീകരണ കുറിപ്പെടുക്കാം, പക്ഷേ അദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്തകൾ എന്തുകൊണ്ട് ബോധപൂർവ്വം മാറ്റുന്നു എന്നതാണ്. അതുകൊണ്ട് വാർത്ത കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഈ വാർത്തകൾ ഇങ്ങനെ മെറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിക്കാൻ കഴിഞ്ഞെന്നാലും വസ്തുത ഇല്ലാതാകുന്നില്ല, വിമർശനങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ആകെ തന്നെ ഇതിനെതിരെ വിമർശനം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ ആര് പോസ്റ്റ് ചെയ്തെന്നാലും അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾ തിരയുന്ന ഫോട്ടോ ലഭ്യമല്ല എന്നൊരു മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ഉണ്ടാവുക. ഈ MDMA കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ്റെ ബന്ധുവിനെ സംബന്ധിച്ച് വലിയ തരത്തിലെ ആരോപണങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും സമാനമായ ആരോപണങ്ങളുണ്ട്. അങ്ങനെ ഒരു കർണാടകയിൽ നിന്ന് വലിയ അളവിൽ MDMA കേരളത്തിൻ്റെ 7 ജില്ലകളിൽ വിതരണം ചെയ്യുന്ന ഒരാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി നിൽക്കുന്ന അത്രയേറെ അടുപ്പമുള്ള ചിത്രങ്ങളാണ് സ്വാഭാവികമായി സോഷ്യൽ മീഡിയയിൽ വന്നത്, അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക്, ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം. അത് വിശദീകരിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ആ വാർത്തകളെ ഭയക്കുന്നതെന്ന ചോദ്യമാണ് എല്ലായിടത്തും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം വാർത്തകൾ ഡിലീറ്റ് ചെയ്തതിൻ്റെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് എല്ലാവർക്കും തോന്നുന്ന സംശയം. സ്വാഭാവികമായി നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായ, കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ, ദില്ലിയിലുണ്ടായ ജന്തർ മന്ദിറിൽ ഉണ്ടായ പ്രക്ഷോഭത്തെ സംബന്ധിച്ച് ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സമാനമായി ഡിലീറ്റ് ചെയ്തിരുന്നു. മുമ്പ് കർഷക സമരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സമാനമായി ഇൻസ്റ്റയിലടക്കം ഡിലീറ്റ് ചെയ്തിരുന്നു. അത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെട്ടാണ് അതിൽ മാറ്റം വരുത്തുന്നത്, അങ്ങനെ മാറ്റാനുള്ള നിർദ്ദേശം നൽകുന്നത്. സമാനമായ നിർദ്ദേശം കേരളത്തിൽ പോലീസ് വകുപ്പ്, സർക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പ് നൽകിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയേണ്ടതാണ്. കാരണം ഇത് ഈ ഒരു ഭാഗം വരുന്ന വാർത്തകൾ മാത്രം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളെ ബാൻ ചെയ്യുകയോ അവരുടെ വാർത്തകൾ പൂർണ്ണമായി സർക്കാരിനെതിരെ വാർത്തകൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ കാർഡുകളും ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ വാർത്തകൾ മാത്രം ഡിലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടിരുന്ന് തന്നെ ഇത് ഫിൽട്ടർ ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ വാർത്തകൾ അതാത് സമയത്ത് ഈ കാർഡുകളൊക്കെ മാറ്റാൻ കഴിയുള്ളൂ. അത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ സർക്കാരിന് മറച്ചു വയ്ക്കാൻ നിരവധി കാര്യങ്ങളുണ്ട്. സർക്കാർ ഇത്തരത്തിലുള്ള വാർത്തകളെ ഭയക്കുന്നു. MDMA കച്ചവടക്കാരനുമായി, യൂത്ത് കോൺഗ്രസ് നേതാവുമായി ഏത് തരത്തിലുള്ള പേഴ്സണൽ ബന്ധമാണ് മുഖ്യമന്ത്രി VD സതീശനുള്ളത് എന്ന കാര്യങ്ങൾ വ്യക്തമാക്കാൻ എന്തുകൊണ്ട് സർക്കാർ ഭയക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. വലിയ തരത്തിലുള്ള വിമർശനമാണ് വരുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ആരോപണത്തെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് മാറ്റുന്നു, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് സർക്കാർ ഇടപെട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവതരമായ കാര്യമാണ്. ഇത് സംബന്ധിച്ച് പോലീസിന് എങ്ങനെയാണ് സർക്കാർ ഈ നിർദ്ദേശം കൊടുത്തത്, എങ്ങനെയാണ് മാറ്റിയത്, എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഭയക്കുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ വിശദമാക്കേണ്ടതാണ്. പക്ഷേ ഈ ജനാധിപത്യ സമൂഹത്തിൽ, ജനാധിപത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഇത്തരത്തിലുള്ള ഏകാധിപത്യ സമീപനത്തിനെതിരെ വലിയ വിമർശനമാണ് സമൂഹത്തിൽ ഉയരുന്നത്. സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമെന്ന് അറിയില്ല. ഇന്ന് ക്യാബിനറ്റ് യോഗമടക്കമുള്ള ദിവസമാണ്. വാർത്താസമ്മേളനം അദ്ദേഹം നടത്തുമെങ്കിൽ ഇത്തരം കാര്യം സംബന്ധിച്ച് വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്വാഭാവികമായി അദ്ദേഹം പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. കാരണം തങ്ങൾക്ക് മറ്റുമായി ഏത് തരത്തിലുള്ള ബന്ധമില്ല, തങ്ങൾ അങ്ങനെ ഒരു വാർത്തയും മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന തരത്തിലൊരു ഒഴുക്കൻ മറുപടിയായിരിക്കും പതിവ് പോലെ VD സതീശൻ നൽകുക. പക്ഷേ അത് അങ്ങനൊരു മറുപടി കൊണ്ട് ഇതിനെ സാധൂകരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വാർത്ത ഇങ്ങനെയുള്ള കണ്ടന്റുകൾ മാത്രം എങ്ങനെയാണ് ഞൊടിയിടയ്ക്ക് അത് മാറ്റാനുള്ള നിർദ്ദേശം വരുന്നത്, എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്? അത് മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകാതെ, ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശമില്ലാതെ നടക്കില്ല. ഇങ്ങനെയുള്ള വാർത്തകൾക്ക് നിയന്ത്രണം രാജ്യത്തുള്ളത്. ആ വാർത്തകൾക്ക് നിയന്ത്രണമുള്ളത് ദേശസുരക്ഷയെ ബാധിക്കുന്ന, വർഗീയത പരത്തുന്ന, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഒപ്പം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അത്തരത്തിലുള്ള വാർത്തകൾക്ക് മാത്രമാണ് ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുള്ളൂ. അത് സർക്കാർ ഔദ്യോഗികമായി തന്നെ ഇങ്ങനെയുള്ള ഏജൻസി വഴി അത് അറിയിക്കുകയുമുള്ള നിർദ്ദേശവും കൊടുക്കണം. അങ്ങനെ ഏതെങ്കിലും കണ്ടന്റ് ഈ കാര്യത്തിലുണ്ടോ? അത് മത്സ്യത്തൊഴിലാളിയുടെ മകൾ, മത്സ്യത്തൊഴിലാളി കടലിൽ പോയിട്ട് കണ്ടെത്താൻ സർക്കാരിനായിട്ടില്ല എന്ന വിമർശനം, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക? അതെന്തുകൊണ്ടാണ് സർക്കാർ ഭയക്കുന്നത്? എന്തിനാണ് മത്സ്യത്തൊഴിലാളി കടലിൽ പോയ മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കാനായിട്ടില്ല എങ്കിൽ സർക്കാരിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് സർക്കാരിന് വിശദീകരിക്കാമല്ലോ. എന്തുകൊണ്ട് അത്തരം വീഡിയോകളെയും അത്രയും സ്റ്റേറ്റ്മെൻറ്റുകളെയും അങ്ങനെയുള്ള കാർഡുകളെയും എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ഒപ്പം തന്നെ MDMA ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അങ്ങനെ ഒരു പ്രതിയുമായി വ്യക്തിപരമായി ബന്ധമില്ല എങ്കിൽ
എന്തുകൊണ്ടാണ് അത്തരം വാർത്തകൾ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ എല്ലാ ചാനലുകളെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൈരളിയെ സംബന്ധിച്ചിടത്തോളം കൈരളിയുമായി ബന്ധപ്പെട്ട ഇത്തരം കാർഡുകളും വാർത്തകളും ഞൊടിയിടയിലാണ് മുഴുവൻ ഡിലീറ്റ് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ 10-ലധികം വാർത്തകൾ ദേശാഭിമാനിയിൽ സമാനമായ വാർത്തകൾ നമ്മുടെ 12 വാർത്താ കാർഡുകളാണ് മെറ്റ ഇടപെട്ട് വലിപ്പിച്ചത്. ഒരു കാര്യം കൂടി പറയാം നിർബൻ, ഇന്നലെ രാവിലെ ഈ സംഭവം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നു ആ വാർത്ത എന്നറിയാമോ നിർബൻ? സപ്ലൈകോയുടെ സബ്സിഡിയറി വെട്ടിക്കുറച്ച വാർത്ത ഞാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ലൈവ് കൊടുക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഡെസ്കിൽ നിന്ന് അടുത്ത മെസ്സേജ് വരികയാണ്. ഇതാ മനു, നമ്മുടെ അടുത്ത വാർത്താ കാർഡും വലിച്ചിരിക്കുന്നു. അതായത് MDMA കേസുമായി ബന്ധപ്പെട്ട വാർത്തയുമായി തുടർ വാർത്തയിലെ പുതിയ കാർഡും നമ്മുടേത് വലിച്ചിരിക്കുന്നു എന്ന മെസ്സേജ് എനിക്ക് ഡെസ്കിൽ നിന്ന് വരികയാണ്. അതായത് സപ്ലൈകോയുടെ കാർഡ് കൊടുത്തതിനെ കുറിച്ച് ഞാൻ ലൈവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ മറ്റൊരു വാർത്താ കാർഡ് കൂടി വലിക്കുകയാണ് മെറ്റ. നോക്കൂ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മിനിറ്റ് വെച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർബൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് നിർബൻ, ഇത്രയധികം മാധ്യമങ്ങളുടെ, ഈ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഈ വാർത്താ കാർഡുകൾ ഇങ്ങനെ വലിക്കുമ്പോൾ മറ്റു മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം കൂടി എടുത്തു പറയേണ്ടത് നിർബൻ. ഞാൻ ഇന്നലെ ചില ഈവനിങ് ചർച്ചകൾ കേട്ടു. ഞാൻ ആദ്യം വിചാരിച്ചു അർജന്റീന ടീമിന്റെ പ്രഖ്യാപനമായിരിക്കുമെന്ന് അടുത്ത ലോകകപ്പിലേക്കുള്ളത്. കാരണം മെസ്സി എന്ന് മാത്രമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. മെസ്സിയെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ, മെസ്സിയുടെ വാർത്ത ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല, അവർ ചർച്ച ചെയ്തോട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ മനുഷ്യരുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഇടപാടുകൾ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കുന്നതിനെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടത് നിർബൻ. തീർച്ചയായും മനു, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. മനു അത് ഓർമ്മിപ്പിച്ചത് നന്നായി. കാരണം ഇന്ന് വാർത്താമാധ്യമങ്ങൾ, ഇന്നത്തെ പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളിലെല്ലാം ഞാനെടുത്ത് പരിധി നോക്കി. ഒരു വരിയിൽ പോലും അകത്ത പേജിൽ എവിടെയെങ്കിലും ചരമക്കോളത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് പോലും 4 വരി, ഒരു വരി കൊണ്ട് പോലും ഒരു വാർത്ത ഇതുമായി സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടില്ല. കാരണം രാജ്യത്ത് കേരളം പല കാര്യങ്ങൾക്ക് മാതൃകയാണ്. ഒന്ന്, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഏത് സർക്കാർ ഭരിച്ചിരുന്നാലും അതിനെ വാർത്തയായും വിമർശനമായും വിമർശന ബുദ്ധിയോടുകൂടി മുന്നോട്ട് വയ്ക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു പാരമ്പര്യം സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് മലയാളത്തിലെ ദിനപത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്കുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ മറ്റു വാർത്തകൾ ചർച്ച ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അവർ ചർച്ച ചെയ്യുന്നതിനെ സംബന്ധിച്ച് മുൻഗണനാ പട്ടിക മാധ്യമത്തിൻ്റെ രാഷ്ട്രീയം അനുസരിച്ച് അവർക്ക് തീരുമാനിക്കാം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യേണ്ട വിഷയം അവരുടെ 8 മണി ചർച്ചയിൽ അതാണ് സബ്ജക്റ്റായി എടുക്കുകയാണെങ്കിൽ അത് അവരുടെ വിവേചനാധികാരമാണ്, അവർക്ക് ആ നിലപാട് സ്വീകരിക്കാം. പക്ഷേ മറ്റു വാർത്തകൾ എന്തുകൊണ്ടാണ് അവർ തമസ്കരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗം പോലും കൊടുക്കുന്നില്ല എന്നതാണ്. ഇന്നലെ ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ കൈരളിയുടെ 12 വാർത്താ കാർഡ് അടക്കമുള്ള മുഴുവൻ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ വന്ന വാർത്തകളുടെയും വാർത്തയുടെ കണ്ടന്റ് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയും അത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയാവുകയും പ്രതിപക്ഷം ഇത് ഉന്നയിക്കുകയും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ട് ആ വാർത്ത സംബന്ധിച്ച് ഏത് ഭാഗവുമാകാമല്ലോ, മുഖ്യമന്ത്രിയുടെ ഭാഗമാകാം, പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗമാകാം, രാഷ്ട്രീയമാകാം, എന്തുമായിക്കോട്ടെ, അതൊരു വാർത്തയായി പോലും കയറി ചെയ്യാൻ കേരളത്തിലെ വർത്തമാന പത്രങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങൾക്കോ ഇന്നലെ ഈ മറ്റ് മാധ്യമങ്ങളോ എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മോദി സർക്കാരിനെതിരെയുള്ള വിമർശനത്തെ ഭയക്കുന്നത് പോലെ എന്തുകൊണ്ടോ ഒരു പേടി സംസ്ഥാനം ഭരിക്കുന്ന BD സതീശന് എതിരെയും സ്വാഭാവികമായും ആ പേടി ഉണ്ടാകുന്നു എന്നതാണ്. അത് അല്ല എങ്കിൽ അവരവരുടെ രാഷ്ട്രീയം മറച്ചു വയ്ക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. മനു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി സാമ്പ്രദായിക മാധ്യമങ്ങൾ എത്ര കണ്ട് മറച്ചു വച്ചിരുന്നാലും സോഷ്യൽ മീഡിയയിൽ അത് ആ നിലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നത് ഗൗരവതരമായ കാര്യമാണ്. ഇനി മറുപടി മുഖ്യമന്ത്രിയാണ്. ഇനി മുഖ്യമന്ത്രി മറുപടി പറയുമ്പോഴെങ്കിലും ഈ മാധ്യമങ്ങൾ ആ നിഷേധക്കുറിപ്പെങ്കിലും കൊടുക്കുമോ എന്നറിയില്ല. കാരണം ആ വിശദീകരണം വന്നല്ലോ. ആ വിശദീകരണം വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗം ക്ലിയറായി കഴിഞ്ഞു. അങ്ങനെ ഒരു വിശദീകരണം കൊടുത്ത് ആ വാർത്ത ആ സമയത്ത് പ്രസിദ്ധീകരിക്കാമെന്ന് കരുതുന്നതാണോ എന്നറിയില്ല. പക്ഷേ വലിയ തരത്തിലെ വിമർശനം സോഷ്യൽ മീഡിയയിൽ മനു സൂചിപ്പിച്ച കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് ഗൗരവതരമായ അന്തരീക്ഷമാണ്. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന പൈശാചികമായിട്ടുള്ള അത്രയും മാധ്യമങ്ങൾ കൊണ്ട് ഏർപ്പെടുത്തിയിരുന്ന ആ സെൻസർഷിപ്പിന് സമാനമായ സെൻസർഷിപ്പ് ഈ കാലത്ത് കേരളത്തിലും ഉണ്ടാകുന്നു. കാരണം VD സതീശൻ മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്ന ഘട്ടത്തിലെല്ലാം ആരോപിച്ചിരുന്നത് എങ്ങനെയാണ്, മോദിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം, മോദിക്ക് തുല്യമായ ഭരണമാണ് കേരളത്തിലുള്ളതെന്ന വിമർശനം അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന വാക്കാണ്. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം തികഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയാത്മകമായ വിമർശനങ്ങൾ പോലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറാകുന്നു എന്നതാണ്. ഇന്ന് ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് വേണ്ടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനു.
ശരി ധ്രുവൻ, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ഏതായാലും ക്യാബിനറ്റ് ഉണ്ട്. ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമോ എന്നറിയാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ധ്രുവൻ. ഞാൻ നിർബലിലേക്ക് മടങ്ങി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതായാലും ഇപ്പോൾ UDF സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുന്ന കാലമാണല്ലോ. ഇതാ ഒരു ഒന്നാം തരം ഇന്ദിരാ ഗ്യാരണ്ടിയാണ് കേട്ടോ ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ നടപ്പാക്കിയിരിക്കുന്നത്. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നല്ലോ ഇതിനു മുമ്പ് അടിയന്തരാവസ്ഥയിൽ നമ്മൾ ഈ മാധ്യമ സെൻസർഷിപ്പ് കണ്ടത്. അതിന് തുടർച്ചയിൽ ഇതാ VD സതീശന്റെ കാലത്ത് കേരളത്തിൽ മാധ്യമ സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് നടപ്പിലാക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഇതാണ് നല്ല ഒന്നാം തരം ഇന്ദിരാ ഗ്യാരണ്ടി. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന, സർക്കാരിനെ വിമർശിക്കുന്ന, സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന വാർത്തകളെ വിലക്കുക. വല്ലാതെ ഭയക്കുന്നു സർക്കാർ വാർത്തകളെ, സർക്കാർ വിമർശനങ്ങളെ. അത്രമേൽ അസഹിഷ്ണുത, ഭയമാണ് ഈ സർക്കാരിനെ ഭരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഭീരുവായി മാറരുത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ.